എറണാകുളത്തേക്ക് ഇന്ന് പോകണം. അവിടെ കുണ്ടന്നൂരിൽ മരട് നഗരസഭയുടെ നിർദ്ദേശപ്രകാരം കുട്ടവഞ്ചിക്കാർ ഒഴിഞ്ഞുപോയിരിക്കുകയാണ്. കുറുവ സംഘാംഗം സന്തോഷ് സെൽവത്തെ പിടികൂടിയ സാഹചര്യത്തിലായിരുന്നു കുണ്ടന്നൂർ പാലത്തിനടിയിൽ താമസിക്കുന്ന കുട്ടവഞ്ചിക്കാരെ മരട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കാൻ നടപടിയെടുത്തത്. സൈഫുനിസാരിയ ചേരുന്നു. സൈഫുനിസ, ഇന്നിപ്പോൾ അവസാന ദിവസമായിരുന്നു ഒഴിഞ്ഞു പോകുന്നതിന്. ഏതായാലും അവരെല്ലാം അവിടെ നിന്ന് മാറിയിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിനീത, ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ ഒഴിഞ്ഞു പോകണം എന്നായിരുന്നു കുണ്ടന്നൂർ പാലത്തിന് താഴെ താമസിക്കുന്ന കുട്ടവഞ്ചിക്കാർക്ക് മരട് നഗരസഭ നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 4:30-ക്ക് ശേഷം തന്നെ പോലീസും ഒപ്പം തന്നെ മരട് നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതരും സ്ഥലത്ത് എത്തിയിരുന്നു. മരട് നഗരസഭ ചെയർമാനും ഇവിടെ എത്തിയിരുന്നു. പക്ഷേ സ്വമേധയാ ഇവർ കുട്ടവഞ്ചിയിലേക്ക് സാധനങ്ങൾ കയറ്റി കായലിലൂടെ വഞ്ചി തുഴഞ്ഞ് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇവർ എവിടെയും ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടില്ല. പക്ഷേ രാത്രി ചിലപ്പോൾ ഏതെങ്കിലും പാലത്തിന്റെ താഴെയോ അതല്ലെങ്കിൽ റോഡിന്റെ വഴിവക്കിലോ കിടന്നുറങ്ങാനാണ് സാധ്യത. ഇവർക്ക് മരട് നഗരസഭ താൽക്കാലികമായ ഒരു ഹോളിൽ താമസം ഒരുക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ നിർദ്ദേശം ഇവർ അംഗീകരിച്ചില്ല. കാരണം ഇവർക്ക് കുട്ടവഞ്ചി കൊണ്ടുവയ്ക്കുവാനും ഒപ്പം തന്നെ ഈ കായലിനടുത്തുള്ള ഒരു സ്ഥലവും വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഇത് സാധ്യമല്ലാത്തതിനാലാണ് ഇവർ സ്വമേധയാ ഇപ്പോൾ ഒഴിഞ്ഞു പോയിരിക്കുന്നത്. 2 കുടുംബങ്ങളിലായി 10 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പ്രായമായ 2 പേരെ നാട്ടിലേക്ക് അയച്ചു. തമിഴ്നാട്, കർണാടക സ്വദേശികളാണ് ഇവർ ഉണ്ടായിരുന്നത്. ഈ കുറുവ സംഘത്തിൽപ്പെട്ട സന്തോഷ് സെൽവത്തെ ഇവിടുന്ന് പിടികൂടിയതിന് പിന്നാലെയാണ് നാട്ടുകാരുടെ പരാതിയും രൂക്ഷമായത്. മരട് നഗരസഭ ഇവരെ ഒഴിപ്പിക്കാനായി നിർദ്ദേശം നൽകിയത്. പക്ഷേ ഇവർ ആദ്യം ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല. പിന്നീട് ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ ഒഴിഞ്ഞു പോകണമെന്ന് നിർദ്ദേശം നൽകുകയായിരുന്നു. എന്തായാലും സ്വമേധയാ ഇവർ ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. ഈ ഭാഗത്ത് ഇനി ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ച് ഇങ്ങനെ ഈ കുടിയേറ്റം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് മരട് നഗരസഭ ചെയർമാൻ പറയുന്നത്. വിനീത, സൈഫുനിസാരിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.